നാളെ മുഹൂർത്തമൊക്കെ നോക്കി ഒരു ഹെയർ കട്ടിങ്ങിന് പോയപ്പോഴാണെങ്കിലോ കടയും തുറന്നിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തല്ലേ ഈ കടക്കാർ കട തുറക്കാത്തതെന്ന്. സത്യത്തിൽ അതല്ല, ഇന്നൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് കടയുടെ മുന്നിൽ ഓടിയെത്തതാണ്. എല്ലാ കടകളും തുറക്കാൻ അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ ദാസ. ഈ കട തുറക്കാനും ആ സമയമുണ്ട്. പക്ഷെ ഞങ്ങൾ ആ സമയത്തിന് എത്രയോ മുന്നേ കടയുടെ മുന്നിൽ പോയി ഹാജരാവുകയും ചെയ്തു. അല്ലെങ്കിലും എത്ര ദിവസം ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു തിരക്കുള്ള ദിവസങ്ങളിൽ അതിലും വലിയ എന്തെങ്കിലും വേറൊരു തിരക്ക് നമുക്ക് ഉണ്ടാകും. അത് സ്വാഭാവികം. എന്നാലേ ഒരു വൈബ് കിട്ടുള്ളൂല്ലേ. ഒരു തിരക്കിൻ്റെ ഇടയിൽ വേറൊരു തിരക്ക്. ആഹാ, എന്ത് രസമാണ്. അപ്പോഴാട്ടോ ഞാൻ ആ കടയുടെ മുന്നിൽ ഒരു ചെടിച്ചട്ടി ഇരിക്കുന്നത് കണ്ടത്. നല്ല ഭംഗിയുണ്ട്. എൻ്റെ കളക്ഷനിൽ ഇല്ലാത്തൊരു ചെടിയാണ്. ഞാനതൊരു നോട്ടൊക്കെ ഇട്ടു. ആ കടയത്തെ കുട്ടി വന്നിട്ടൊന്ന് ചോദിച്ചോക്കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി. അങ്ങനത്തെ കടയത്തെ കുട്ടിയൊക്കെ വന്ന് കടയൊക്കെ തുറന്ന് ഇതാ മക്കളൊക്കെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒട്ടുക്കത്ത വെയിലായിരുന്നു. പിന്നെ നമ്മുടെ ഹൈവേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാരണം അധികം ആളും മനുഷ്യനും വണ്ടികളൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മൾ നേരത്തെ കാലത്തെ കടയുടെ മുന്നിൽ ഹാജരായിട്ടുണ്ടല്ലോ. അതാണ് സത്യസന്ധത എന്ന് പറഞ്ഞത്. സത്യസന്ധത ആത്മാർത്ഥത നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ അജുമോൻ്റെ ഹെയർ കട്ടിങ് ആരംഭിച്ച് കഴിഞ്ഞു മക്കളെ. നല്ല അടിപൊളിയായിട്ട് മോൻ ഇരുന്ന് കൊടുക്കുകയും ചെയ്തു. ആ കുട്ടിയാവട്ടെ സൂപ്പറായിട്ട് അവൻ്റെ ഹെയർ കട്ട് ചെയ്ത് തരുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഷോപ്പിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. അൻവി ആണെങ്കിലോ അവിടെ ഇവിടെയൊക്കെ കളിച്ചിട്ടും മറിഞ്ഞിട്ടും തിരിഞ്ഞിട്ടും ഇരുന്നു. ലാസ്റ്റ് ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവസാനമായപ്പോൾ അജുമോന് സ്പൈഡർമാനും സൂപ്പർമാനൊക്കെ ആയി തുടങ്ങി കേട്ടോ. ശക്തിമാനൊക്കെ ആയി തുടങ്ങി അവന്. അങ്ങനെ അജുമോന് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അൻവീനെയാണ് കയറ്റിയിരുത്തിയത്. അൻവീനെ ഒറ്റയ്ക്ക് കയറ്റിയിരുത്തൽ നടക്കൂല. അതുകൊണ്ട് ഏട്ടൻ്റെ മടിയിലാട്ടോ അവൻ കയറിയിരുന്നത്. ഇവരുടെ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ സൈഡിൽ നിന്നൊക്കെ കൂടുതലായിട്ട് ഇങ്ങോട്ട് എടുത്തതിൻ്റെ ശേഷം ആ മുകളിൽ കുറച്ചധികം മുടി വെക്കും കേട്ടോ. അത് പിന്നെ സ്വാഭാവികമാണല്ലേ. പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ മുടി മുറിക്കാറുള്ളത്. നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെ ഹെയർ എങ്ങനെയാണോ കട്ട് ചെയ്ത് കൊടുക്കാറുള്ളത്? അങ്ങനെ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതാകുമ്പോൾ നല്ല സ്റ്റൈലല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി മുടി വളർത്താനുള്ള ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. പ്ലാൻ എയും ബിയും ഉണ്ട്. മുടി ഒന്നിരിക്കലും മൊത്തത്തിൽ മൊട്ടടിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല നീട്ടി വളർത്തുക. എ ആണോ ബി ആണോ നടക്കുക നോക്കട്ടെ. ഇനിയാണ് നമ്മുടെ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നുമല്ല, നമ്മുടെ ഡേഞ്ചർ ബോയും ഫാദറും കയറി ഇരുന്നിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഏത് കാലത്ത് മുടി വെട്ടുമ്പോഴും ഇവൻ കിടന്ന് ചീറി പൊളിക്കാറുണ്ട് കേട്ടോ. ഇത്തവണ എന്താ ആശാൻ ചെറിയ രീതിയിൽ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കി ഇവൻ ചിരിക്കുകയാണോ അതോ കരയുകയാണോ എന്നുള്ളത്. പക്ഷേ ആൾ ചിരിക്കുകയാണോ, ഓക്കെ, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. സ്റ്റാർട്ടിങ്ങിൽ നല്ല കുട്ടപ്പനായി സൂപ്പറായിട്ട് ഇരുന്ന് കൊടുത്തു. പകുതി എത്തിയപ്പോൾ കുട്ടിയുടെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. കരച്ചിലായി പിരിച്ചിലായി. അപ്പം പിന്നെ ഒന്നും നോക്കില്ല, വേഗം ഫോൺ കൊടുത്തു. ഫോൺ കൊടുത്തതും വയലൻറ്റ് മോഡ് ഓഫായിട്ട് സൈലൻറ്റ് മോഡ് ഓണായി. ഈ കടയിലെ കുട്ടീനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അവൻ നല്ലൊരു കുട്ടിയായിരുന്നേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടും ഹെയർ കെയറിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ. മക്കളോടാവട്ടെ നല്ല കോപ്പറേറ്റീവായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ മക്കളും അങ്ങനെ തന്നെ തിരിച്ചു അവൻ്റെ അടുത്ത് നിന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ കൂടെ കൂട്ടാൻ മറക്കരുതേ. ടാറ്റാ.